അപ്പോഴേ ഇത് ഉലാപ്പൂൾ ഫെറി ടെർമിനൽ സ്കോട്ട്ലൻഡിൽ നിന്ന് ദ്വീപുകളിലേക്ക് പോകാനുള്ള പ്രധാന ഫെറി പോർട്ട്, അതായത് സ്റ്റോണവേയിലേക്ക് ഔട്ടർ ഹെബ്രൈഡ്സിലേക്കുള്ള പ്രധാന ഗേറ്റ് വേ ആണ് ഈ ഉലാപ്പൂൾ ഫെറി ടെർമിനൽ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ 3 മണിക്കൂർ ഫെറിയിൽ നമ്മൾ യാത്ര ചെയ്താൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ യാത്ര ചെയ്ത് നമുക്ക് സ്കോട്ട്ലൻഡിൻ്റെ ഏറ്റവും മനോഹരമായ ദ്വീപായ ഐസ്റപ്പ് ലെവീസിൻ്റെ ഫെറി ടെർമിനലായ സ്റ്റോണവേയിൽ എത്തിച്ചേരാം. അവിടെ എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് ഐസ്റപ്പ് ലെവീസിലെ സ്റ്റോണവേ ഫെറി ടെർമിനൽ. തിരിച്ച് 1 മണിക്കൂർ കഴിയുമ്പോൾ ഇതേ പോർട്ടിൽ നിന്ന് ഉലാപ്പൂളിലേക്ക് ഈ ഫെറി തിരിച്ചു പോകുന്നു, യാത്രക്കാരും വാഹനങ്ങളും ചരക്കുകളുമെല്ലാമായിട്ട്. അപ്പോൾ ഈ ഫെറി ഓപ്പറേറ്റർ എന്ന് പറയുന്നത് കാലിഡോണിയൻ മാക്ബ്രൈൻ ആണ്. അവരാണിത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റോണവേ സ്കോട്ട്ലൻഡിലെ ഔട്ടർ ഹെബ്രൈഡ്സ് ദ്വീപുകളിലെ ഏറ്റവും വലിയ പട്ടണവും പ്രധാന തുറമുഖവുമാണ്. ഇത് ഐസ്റപ്പ് ലെവീസ് എന്ന ദ്വീപിൻ്റെ കിഴക്കൻ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ സ്റ്റോണവേ പോർട്ടിനടുത്ത് തന്നെ ബസ് സ്റ്റേഷനുണ്ട്. ആ ബസ് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് അടുത്ത സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള ബസ്സുകളും ലഭ്യമാണ്. ഫെറിയെ മാത്രം ആശ്രയിക്കണമെന്നില്ല. അറ്റ്ലാന്റിക്കിലൂടെ ഒരു ഫെറിയിലൂടെ ഒരു സഞ്ചാരം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഏറ്റവും നല്ല സുഖകരവും അതായത് ശാന്തസുന്ദരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരു യാത്രയാണ് ഫെറിയിലൂടെ. അതല്ല എങ്കിൽ എഡിൻബർഗിൽ നിന്ന് നമുക്ക് സ്റ്റോണവേ എയർപോർട്ടിലേക്ക് ഫ്ലൈറ്റുകളുണ്ട്. അപ്പോൾ സ്റ്റോണവേയിലൊരു എയർപോർട്ടും ഉണ്ട്. ഈ ഔട്ടർ ഹെബ്രൈഡ്സിൻ്റെ ഫസ്റ്റ് ലാംഗ്വേജ് ഗാലിക്കാണ്. ഇവരിവിടെ ഗാലിക്ക് സംസാരിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് സംസാരിക്കുമെങ്കിലും ഗാലിക്കാണ് അവരുടെ ഫസ്റ്റ് ലാംഗ്വേജ്.